കക്കയം പഞ്ചവടിയിലാണ് ഇപ്പോൾ തീപിടുത്തമുള്ളത്. ഇത് ബാംബു പാർക്കിനായി വനംവകുപ്പ് അത് നിശ്ചയിച്ച സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇറിഗേഷൻ വകുപ്പിൻ്റെയൊക്കെ കയ്യിലുള്ള സ്ഥലമാണ്. പക്ഷേ വനംവകുപ്പ് അത് ഏറ്റെടുത്ത് ബാംബു പാർക്കാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബാംബു നട്ടു വളർത്തി. അതിനുശേഷം ഇവിടെ വലിയ തോതിൽ കാട്ടാന ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മുൻകാലങ്ങളിലില്ലാത്തതിനെ അപേക്ഷിച്ച് ബാംബു വന്നതിന് ശേഷം അത് കാട്ടാന ശല്യമുണ്ട്, അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഫോറസ്റ്റുകാരെ അറിയിക്കും, അവർ വരും, 2 പടക്കം പൊട്ടിക്കും, അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുക. കുട്ടികൾക്കൊന്നും രാവിലെ ഒന്നും മദ്രസയിലും സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ ആന, കാട്ടുപോത്ത്, എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. പിന്നെ ഞാനൊക്കെ കാവൽ നിന്നിട്ടുണ്ട്. അടിക്കാടിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് കെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ വാഹനം താഴേക്ക് ഇറക്കാൻ ഗതാഗത പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ബീറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് അത് കെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിക്കാടിന് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ ബാംബു പാർക്കിൻ്റെ അങ്ങേ സൈഡിൽ നിന്നാണ് തീ പടർന്നത്. അത് അടിക്കാടിയിലൂടെ പടർന്നു പിടിച്ചിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മുകളിൽ ബാംബു ഉയർന്നു നിൽക്കുന്നുണ്ട്. മുകളിലേക്ക് തീ പടർന്നിട്ടില്ല. മുകളിലേക്ക് പടരുകയാണെങ്കിൽ അത് ഗുരുതര സാഹചര്യമുണ്ടാകും. എന്തായാലും ഇന്ന് ഈ കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമൊക്കെ ഈ കക്കയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് കക്കയം പരിസര പ്രദേശങ്ങളിലായി 4 ഇടങ്ങളിൽ ഇപ്പോൾ തീ പടർന്ന, കാട്ടിന് സമീപത്തായി തീ പടർന്ന സാഹചര്യം ഉള്ളത്. പലയിടങ്ങളിലായി ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്.